കഷ്ടപ്പെടുമ്പോൾ, ഒരു പ്രയാസം വരും, അങ്ങനെ സുഖത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ നിസ്കാര നോമ്പും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഓർഡറിൽ അങ്ങനെ പോകും. പക്ഷെ ഒരു പ്രതിസന്ധിയിൽ തട്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിശ്വാസികളാണ്, ഞാൻ പ്രഖ്യാപിച്ച എൻ്റെ വിശ്വാസം, ആ വിശ്വാസം തെളിയിക്കാനുള്ള ചാൻസാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെടുക എന്നതല്ല പരീക്ഷണത്തിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കഷ്ടപ്പാടുകളെ അല്ല അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന വലിയ പ്രതിഫലങ്ങളെയും ഓഫറുകളെയുമാണ്. ഓഫർ എന്ന് പറയുമ്പോൾ എന്താ പറയുക, മനുഷ്യൻ്റെ മനസ്സിന് ഓഫറിനോട് ഒരു വല്ലാത്ത താല്പര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കോട്ടക്കൽ ഒരു ഷോപ്പിംഗ് മാളിൽ ഭയങ്കര തിരക്ക്, 12 മണി വരെ ഓഫർ അത്ര. പക്ഷെ ആൾക്കാർ വരുന്നിട്ട് എന്താ പറയുക, 12 മണിക്ക് ബില്ലിങ് ക്ലോസ് ആക്കണം. ഈ 12 മണിയോടുകൂടി ബില്ലിങ്ങിൻ്റെ സോഫ്റ്റ്വെയറിൽ മാറ്റം വരും. പിന്നെ ഓഫർ അടിച്ച് അടിയാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ഓഫർ അടിയില്ല. പിന്നെ പഴയ ബില്ല വരിക 12 മണി കഴിഞ്ഞാൽ. അതോടുകൂടി ഭരിക്കുന്ന ആൾക്കാരൊക്കെ പിരാന്തളി. കാരണം 3 മണിക്കൊക്കെ വന്ന് നിൽക്കുന്ന ആൾക്കാർ, അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ ആൾക്കാർ എന്ത് ചെയ്ത് സ്ഥലം വിട്ടോടും. അപ്പം ഞാൻ പറഞ്ഞത്, അത്രയും ആൾക്കാർ ഇപ്പോൾ ഒരു പുതപ്പ് പെരയിലില്ലായിട്ടല്ല 3 പുതപ്പ് വാങ്ങണം. പിന്നെന്തിനാണ്? എൻ്റെ മകളെ കെട്ടിച്ച് മരവും വരുമ്പോഴുള്ള പുതപ്പാണ് വാങ്ങി വെച്ചത്. ഇത് ഒരു മരവും ഞാൻ പെരയ്ക്ക് വന്നിട്ട് വേണം ആ പുതപ്പ് എടുക്കാൻ, അതിപ്പോൾ തന്നെ വാങ്ങി വെച്ചേക്കണം. എന്താ വെച്ചാൽ ഓഫറിൽ കിട്ടുമ്പോൾ എന്താ പറയുക, അതൊരു താല്പര്യമാണ്. ദുനിയാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ, ഒരു പരീക്ഷണത്തിൽ അള്ളാഹു മനുഷ്യന് വെച്ചിട്ടുള്ള പരീക്ഷണമല്ല അള്ളാഹു, നമ്മൾ കഷ്ടപ്പെടണമെന്നല്ല അള്ളാഹു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നിലിരിക്കുന്ന വലിയൊരു റിസൾട്ട് ഉണ്ട്, അതിന് കിട്ടാൻ പോകുന്ന വലിയ പ്രതിഫലമുണ്ട്. ആ പ്രതിഫലം നേടിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ, അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടോ എന്നതാണ് അതിലെ പരീക്ഷണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. ഷർറും ഖൈറും നൽകിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. അപ്പോൾ ഷർറ് എന്ന് പറയുന്നത് എന്തല്ല, അതൊരു പരീക്ഷണമാണ്. അപ്പോൾ പരീക്ഷണം ഖൈറായിട്ടും ഷർറായിട്ടും വരും. നമുക്ക് ഷർറാണ് എന്ന് തോന്നുന്നത് അതിൻ്റെ പിന്നിൽ വലിയ ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്.